Good morning. Today we are going to discuss about the components of a budget. So in the previous class I have discussed about what is a budget, and we have discussed about the many aspects of budget and definitions of budget in the previous class. So today we are going to discuss about the components of a budget as well as the types of budget in this class. So first we are going to discuss about the components of a budget. So a government budget, you know that government budget is a budget is the document which contains the revenue and expenditure of a government or of a public authority. Okay, so here the government budget is divided into two categories, that is revenue budget as well as capital budget. So these are the main components of a budget, that is it is divided into two categories, mainly revenue budget and capital budget. Revenue budget, or it is also called revenue account. Revenue budget or revenue account, that is the one component of the government budget, and the another component is capital budget. And here revenue budget, or it is also known as revenue account, that is related to current financial transactions of the government which are of recurring in nature. അതായത് തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കറൻ്റായിട്ടുള്ള, അതായത് തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന റിക്കറിങ് നേച്ചറുള്ള, തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കറൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റവന്യൂ ബജറ്റ് എന്ന്. അപ്പോൾ റവന്യൂ ബജറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ ബജറ്റ് ഓർ റവന്യൂ അക്കൗണ്ട് ഓർ റവന്യൂ ബജറ്റ് is related to, that is related something which is related to current financial transactions of the government. ഗവൺമെൻറ് കറൻ്റ് ആയിട്ടുള്ള, അതായത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റിക്കറിങ് ആയിട്ടുള്ള, വീണ്ടും വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ റവന്യൂ ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിക്കറിങ് നേച്ചറിലുള്ള, അതായത് വീണ്ടും വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റവന്യൂ ബജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റവന്യൂ ബജറ്റിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. റവന്യൂ ബജറ്റ് ഇൻക്ലൂഡ്സ് റവന്യൂ റെസിപ്റ്റ്സ് ആസ് വെൽ ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് എവർ ഗവൺമെൻറ് റിസീവ്സ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ, സോ ദാറ്റ് ഈസ് റവന്യൂ റെസിപ്റ്റ്സ് വിച്ച് ഈസ് ഇൻക്ലൂഡിങ് റവന്യൂ ബജറ്റ്. ആൻഡ് അതർ കമ്പോണൻറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദ എക്സ്പെൻഡിച്ചേഴ്സ് വിച്ച് ഈസ് മെറ്റ് ഔട്ട് ഓഫ് ദിസ് റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സിൽ നമ്മൾ എന്ത് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നു അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ബജറ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ റെസിപ്റ്റ്സ്. ബജറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. സോ ലൈക്ക് വൈസ് റവന്യൂ receipts consists of revenue budget consists of revenue receipts as well as revenue expenditure of the government. Revenue receipts എന്ന് വെച്ചാൽ income which is received by the government, and the expenditures which is met out of this revenue receipts is called revenue expenditure. പിന്നെ റവന്യൂ റെസിപ്റ്റ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചിലവുകൾ നടത്തുന്നോ അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ, റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ടാക്സസ്, ഡ്യൂട്ടീസ്, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, പിന്നെ റവന്യൂ ഫ്രം ഗവൺമെൻറ് എസ്റ്റേറ്റ്സ്, റെസിപ്റ്റ്സ് ഫ്രം ഗവൺമെൻറ് കമേഴ്ഷ്യൽ കൺസേൺസ് ആൻഡ് അതർ മിസ്ലേനിയസ് ഐറ്റംസ് ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ദെയർ ഫ്രം. അപ്പോൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ദ റവന്യൂ വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ ഫോം ഓഫ് ടാക്സസ്, ഡ്യൂട്ടീസ്, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, പിന്നെ ഇൻകം ഫ്രം എസ്റ്റേറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്, ദെൻ റെസിപ്റ്റ്സ് ഫ്രം ഗവൺമെൻറ് കമേഴ്ഷ്യൽ കൺസേൺസ് ആസ് വെൽ ആസ് other items. That is the revenue receipts, and whatever expenditure is met out of this revenue receipts is also included in revenue account. അപ്പോൾ റവന്യൂ അക്കൗണ്ട് അഥവാ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അത് ഗവൺമെൻറ് വരുമാനം എവിടെ നിന്നൊക്കെ സോഴ്സിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നു, അതായത് ടാക്സിൽ നിന്നുണ്ടാവാം, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ് നമ്മൾ പഠിച്ചാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ പബ്ലിക് റവന്യൂനകത്ത് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ടാക്സ്, അതുപോലെ തന്നെ ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, അതിൽ നിന്നുള്ള റവന്യൂവും മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും. ഈ റവന്യൂവിൽ നിന്ന് ഗവൺമെൻറ് എത്ര എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റവന്യൂ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഇൻകം ഫ്രം ടാക്സസ്, ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ് എക്സെട്ര ആസ് വെൽ ആസ് ദ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് മെറ്റ് ഔട്ട് ഓഫ് ദിസ് റവന്യൂ റെസിപ്റ്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് മെൻറ്റ് ബൈ റവന്യൂ അക്കൗണ്ട്. സോ റവന്യൂ റെസിപ്റ്റ്സ് നമുക്കറിയാം. റവന്യൂ റെസിപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. റവന്യൂ റെസിപ്റ്റ്സ് ഇൻക്ലൂഡ്സ് ഇൻകം ഫ്രം ടാക്സേഷൻ,
then profits of the public enterprises, then other non-tax receipts like administrative revenue, അതായത് ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, സ്പെഷ്യൽ അസസ്മെൻറ്റ്, ഗിഫ്റ്റ്, ഗ്രാൻഡ് തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ഉണ്ടാവും. അപ്പം ടാക്സ് റെസീപ്റ്റ്സ് ഉണ്ടാവും, നോൺ ടാക്സ് റവന്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സബ്സിഡീസ്, പെൻഷൻസ് എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന എന്താണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകൾ ഉണ്ടാവും, ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സബ്സിഡികൾ, ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡികളുണ്ടാവും, പെൻഷൻസ് ഉണ്ടാവാം. ഇതിനെയൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം ഫ്രം ടാക്സേഷൻ, പ്രോഫിറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്, ദെൻ ആസ് വെൽ ആസ് നോൺ ടാക്സ് റവന്യൂ, ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ ലൈക്ക് ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ് എക്സെട്ര, സ്പെഷ്യൽ അസസ്മെൻറ്റ്സ് എക്സെട്ര, ഗിഫ്റ്റ്, ഗ്രാൻഡ് തുടങ്ങിയ റവന്യൂവിനെയാണ് നമ്മൾ പറയുക റവന്യൂ റെസീപ്റ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റവന്യൂ റെസീപ്റ്റ്സിൽ നമ്മൾ എത്ര എക്സ്പെൻഡിച്ചർ ചെയ്യുന്നു അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് പറയുന്നത്. ആ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഉണ്ടാവാം, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, പെൻഷൻസ് ഉണ്ടാവാം, സബ്സിഡികൾ ഉണ്ടാവാം. ഓൾ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, സോ that is called revenue receipts. അപ്പോൾ നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് ആസ് 2 components, റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അപ്പോൾ റവന്യൂ ബഡ്ജറ്റ് നമ്മൾ എന്താണ്? റവന്യൂ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. റവന്യൂ റെസീപ്റ്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് അക്വിസിഷൻ ആസ് വെൽ ആസ് ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ഇപ്പോൾ ഗവൺമെൻറ് എന്തൊക്കെ ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങുകയോ മാത്രമല്ല എന്തൊക്കെ ക്യാപിറ്റൽ അസറ്റ്സ് ഡിസ്പോസ് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നത് അതെല്ലാമാണ് ഏതിൽ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ദ അക്വിസിഷൻ ആസ് വെൽ ആസ് ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സ് നമ്മൾ എത്രത്തോളം അക്വയർ ചെയ്യുന്നു, എത്രത്തോളം ഗവൺമെൻറ് വാങ്ങുന്നു, എത്രത്തോളം ഡിസ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? അക്വിസിഷൻ ആസ് വെൽ ആസ് ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങുകയും അതുപോലെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓവർ ഫിസ്ക്കൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തം ക്യാപിറ്റൽ റെസീപ്റ്റ്സിനെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്തൊക്കെയാണോ അതും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണോ അതും, ഇത് രണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ കൈകാര്യമാണ് പ്രധാനമായിട്ടും വരും. ക്യാപിറ്റൽ അസറ്റ്സ് വാങ്ങുകയോ ക്യാപിറ്റൽ അസറ്റ്സ് ഗവൺമെൻറ് ഒഴിവാക്കുകയോ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റഡ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എത്രയുണ്ടോ അതിൻ്റെ ഒരു കണക്കാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീപ്റ്റ്സും അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡീൽസ് വിത്ത് ദ എക്സ്പെൻഡിച്ചർ യൂഷ്വലി മെറ്റ് ഫ്രം ബോറോഡ് ഫണ്ട്സ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്രീസിങ് കോൺക്രീറ്റ് അസറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഇൻ ക്യാരക്ടർ. അതായത് ഗവൺമെൻറ് ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടാക്കും അല്ലേ? അതായത് റിക്കറിങ് ലയബിലിറ്റീസ്, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ഇറിഗേഷൻ പ്രോജക്ട്സ് എക്സെട്ര. അതായത് ഗവൺമെൻറ് എന്തെങ്കിലും ഭൗതികപരമായ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ തരത്തിലുള്ള കോൺക്രീറ്റ് അസറ്റ്സ് ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. അതായത് ബിൽഡിങ്സ് ഉണ്ടാക്കുക, ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, അതൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീമുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മേജർ സ്കീംസാണ്. അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് അസറ്റ്സ് ആണ്. നമ്മൾ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കോൺക്രീറ്റ് അസറ്റ്സ് ഗവൺമെൻറ് അസറ്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻലി ഡീൽസ് വിത്ത് എക്സ്പെൻഡിച്ചർ യൂഷ്വലി മെറ്റ് ഫ്രം ബോറോഡ് ഫണ്ട്സ്. അതായത് നമ്മൾ കടം വാങ്ങിയ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് എക്സ്പെൻഡിച്ചറാണോ നമ്മൾ ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് അസറ്റ്സ്, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ അസറ്റ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിലവഴിച്ച് നടത്താറുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് മെയിൻലി മെറ്റ് ഫ്രം ബോറോഡ് ഫണ്ട്സ്. ബോറോഡ് ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്യാപിറ്റൽ അസറ്റ്സിൽ നിന്ന് അസറ്റ്സിൻ്റെ ഒരു അസറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ ബോറോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കോൺക്രീറ്റ് അസറ്റ്സായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്സും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്സ് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ്? നമുക്ക് റവന്യൂ അക്കൗണ്ട് എന്ന് വെച്ചാൽ റവന്യൂ റെസീപ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഇപ്പോൾ റവന്യൂ റെസീപ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഇൻകം ഫ്രം ടാക്സേഷൻ അതർ സോഴ്സസ് എന്ന് പറഞ്ഞു. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, നമ്മൾ സബ്സിഡികൾ കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. അതുപോലെ ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ റെസീപ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പറയുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഗവൺമെൻറ് ക്യാപിറ്റൽ റെസീപ്സ് കിട്ടുന്നത്? ഒന്ന് ബോറോയിങ്സ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്, ബോറോയിഡ് ഫണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബോറോയിങ്സ്, ദെൻ റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതായത് നമുക്ക് ഗവൺമെൻറ് തിരിച്ചു കിട്ടാനുള്ള ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസസ് ഒക്കെ റിക്കവർ ചെയ്യുക, തിരിച്ചു പിടിക്കുന്നത് വഴി. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനം. സ്മോൾ സേവിങ്സ്, ചെറിയ ചെറിയ സേവിങ്സ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ റെസീപ്സിൽ നമ്മൾ വരിക. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്സ് ഇൻക്ലൂഡ്സ് ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെൻറ് ബോറോയിങ്സ് ഉണ്ടാവാം. ദെൻ റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ലോണുകളും അഡ്വാൻസസിൻ്റെ റിക്കവറി, അതിൻ്റെ തിരിച്ചുപിടിക്കലാവാം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അവ വിറ്റഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പണം ഉണ്ടാവാം. സ്മോൾ സേവിങ്സ്, ചെറിയ ചെറിയ സേവിങ്സ് ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ഗവൺമെൻറ് ക്യാപിറ്റൽ റെസീപ്സ് വരുന്നത്. ഇനി അതിൽ നിന്നുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ പറയുന്നത്, ഈ ക്യാപിറ്റൽ റെസീപ്സിൽ നിന്ന് ഗവൺമെൻറ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ ഔട്ട്ലേ, അതിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പണം. പിന്നെ നോൺ ഡെവലപ്മെൻറ്റൽ ഔട്ട്ലേ, അതായത് വികസനേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പണം. ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഗവൺമെൻറ് കൊടുക്കുന്ന ലോണുകളും അഡ്വാൻസസും. ഡിസ്ചാർജ് ഓഫ് ഡെറ്റ്, ഗവൺമെൻറ് കടം കൊടുത്തു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്സ് പ്രകാരം ഗവൺമെൻറ് കിട്ടുന്ന പണം ഗവൺമെൻറ് ഈ വഴിയിലേക്കാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്സിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ്? ബോറോയിങ്സിൽ നിന്നുണ്ടാവാം, റിക്കവറി ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടാവാം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം, സ്മോൾ സേവിങ്സിൽ നിന്നുണ്ടാവാം. അപ്പോൾ ഈ വരുമാനമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വി ആർ യൂസിങ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ വരുമാനമാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ ഔട്ട്ലേ, വികസന പ്രവർത്തനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇറിഗേഷൻ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാവാം, വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പണം ചെലവഴിക്കുന്നു. അതുപോലെ നോൺ ഡെവലപ്മെൻറ്റ് ഔട്ട്ലേ ഉണ്ടാവാം, വികസനേതര പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഗവൺമെൻറ് നൽകുന്ന ലോണുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഡിസ്ചാർജ് ഓഫ് ഡെറ്റ്, ഗവൺമെൻറ് കടം കൊടുത്തു തീർക്കാനൊക്കെ നമ്മൾ ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ്സ് ഡെവലപ്മെൻറ്റ് ഔട്ട്ലേ, നോൺ ഡെവലപ്മെൻറ്റൽ ഔട്ട്ലേ, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഡിസ്ചാർജ് ഓഫ് ഡെറ്റ്സ്. ഓക്കെ, ഇതിനാണ് പ്രധാനമായിട്ട് നമ്മൾ കമ്പോണൻസ് ഓഫ് ബജറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ബജറ്റ്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ബജറ്റ് പ്രധാനമായിട്ട് നമുക്കറിയാം എന്തൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും റവന്യൂ അക്കൗണ്ടും, ക്യാപിറ്റൽ ബജറ്റും റവന്യൂ ബജറ്റും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ബജറ്റ്സ് ആണ്, ഏതൊക്കെ തരത്തിലുള്ള ബജറ്റുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. So we can classify a budget into various categories based on various criteria. പല ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഓൺ ദി ബേസിസ് ഓഫ് ബാലൻസിങ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് റവന്യൂവും എക്സ്പെൻഡിച്ചറും ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ തുല്യമാകുന്ന അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബജറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഈക്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഗവൺമെൻറ് വരുമാനവും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ബജറ്റിനെ. അതെന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ബജറ്റ് എന്നും അൺബാലൻസ്ഡ് ബജറ്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ബാലൻസ്ഡ് ബജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബജറ്റ്. സോ ഓൺ ദി ബേസിസ് ഓഫ് ബാലൻസിങ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് റവന്യൂയും എക്സ്പെൻഡിച്ചറും ബാലൻസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലാസിഫൈ ബജറ്റ് ആസ് ബാലൻസ്ഡ് ബജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബജറ്റ്. ബാലൻസ്ഡ് ബജറ്റ് എന്നും അൺബാലൻസ്ഡ് ബജറ്റ് എന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ബാലൻസ്ഡ് ബജറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ബാലൻസ്ഡ് ബജറ്റ് is a budget that over a period of time revenue does not fall short of expenditure. That is, revenue is equal to expenditure. So balanced budget is a budget in which during over a period of time, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ റവന്യൂ ഡസ് നോട്ട് ഫോൾ ഷോർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ, റവന്യൂ ഇതിൽ നിന്ന് കുറയില്ല, എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറയാത്തൊരവസ്ഥ. അതായത് റവന്യൂവും എക്സ്പെൻഡിച്ചറും തുല്യമായിട്ട് വരുന്ന ഒരു ബജറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ബാലൻസ്ഡ് ബജറ്റ്. സോ ബാലൻസ്ഡ് ബജറ്റ് ഈസ് എ ബജറ്റ് ഇൻ വിച്ച് ദ റവന്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ റവന്യൂവും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ഈക്വലായിട്ട് വരുന്ന തരത്തിലുള്ള ബജറ്റിനെ നമ്മളെന്ത് പറയുന്നത്? ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം തുല്യത. അപ്പോൾ ഏതൊക്കെ തമ്മിലുള്ളൊരു ബാലൻസ് ആണ്? റവന്യൂ, അതുപോലെ തന്നെ എന്താണ്? റവന്യൂ
എക്സ്പെൻഡിച്ചറും തമ്മിൽ ഈക്വൽ ആവും. അങ്ങനെ തരത്തിലുള്ള ഒരു ബജറ്റിനെ നമ്മൾ എന്താ പറയുന്നത്, ബാലൻസ്ഡ് ബജറ്റ്. സോ ഇൻ ദ കേസ് ഓഫ് ബാലൻസ്ഡ് ബജറ്റ്, റവന്യൂ ഡസ് നോട്ട് ഫോൾ ഷോർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. റവന്യൂ എന്തിനേക്കാൾ കുറയില്ല, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനേക്കാൾ അല്ലെങ്കിൽ ചിലവിനേക്കാൾ കുറയില്ല. അതായത് ഏതൊക്കെ ഈക്വൽ ആയിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുന്ന തരത്തിലുള്ള ബജറ്റിനെ നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് ബജറ്റ്. സോ എ ബാലൻസ്ഡ് ബജറ്റ് ഈസ് എ ബജറ്റ് ഇൻ വിച്ച് ദ ഗവൺമെൻറ്റ്സ് റവന്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അൺബാലൻസ്ഡ് ബജറ്റ്. സോ അൺബാലൻസ്ഡ് ബജറ്റ് നമുക്ക് ആസ് ദ നെയിം ഇറ്റ് സെൽഫ് സജസ്റ്റ്, അൺബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺബാലൻസ്ഡ് ബജറ്റ് ദർ മേ ബി ഇംബാലൻസ് ഇൻ ബജറ്റ് അല്ലേ, ബജറ്റിലൊരു ഇംബാലൻസ് ഉണ്ടാവും, അസന്തുലിതാവസ്ഥ ഉണ്ടാവും, ബിക്കോസ് ഓഫ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലേ, ഓവർ ഇൻകത്തേക്കാൾ കൂടുതലായിട്ട് ചിലവ് വരികയാണെങ്കിൽ ഒരു അൺബാലൻസ് ഉണ്ടാവാം, ഇംബാലൻസ് ഉണ്ടാവാം. പിന്നെ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതായത് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിട്ട് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവാം. അപ്പോൾ ഇംബാലൻസ് മേ ഒക്കെ ബിക്കോസ് ഓഫ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഓർ ബിക്കോസ് ഓഫ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം അല്ലേ. ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആയാലും എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് ബജറ്റാണ് നമുക്ക് പറയാം, ഒരു ഇംബാലൻസ് ഉണ്ടാവും. അതായത് ബജറ്റ് മേ ബി ഐദർ സർപ്ലസ് ബജറ്റ് ഓർ എ ഡെഫിസിറ്റ് ബജറ്റ്. ഒന്നുകിൽ ഒരു സർപ്ലസ് ബജറ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഡെഫിസിറ്റ് ബജറ്റ് ആവാം. സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബജറ്റ് ഈസ് സെറ്റ് ടു ബി സർപ്ലസ് വെൻ ദ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ദ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ. റവന്യൂ എന്തിനേക്കാൾ കൂടുതലായിരിക്കും, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയെ നമ്മൾ സർപ്ലസ് ബജറ്റ് എന്ന് പറയുന്നത്. ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഇ മീൻസ് റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ. സോ ഇൻ that case that is a surplus budget, whereas in a deficit budget there is a the deficit of income, that is expenditure exceeds revenue. എക്സ്പെൻഡിച്ചർ ഇതിനേക്കാൾ കൂടുതലായിരിക്കും, റവന്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ആർ അല്ലേ, അല്ലെങ്കിൽ ആർ ഈസ് ലെസ് ദാൻ ഇ. റവന്യൂ എന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറവായിരിക്കും, എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവായിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്തിനേക്കാൾ കൂടുതലായിരിക്കും, റവന്യൂവിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്ലസ് ബജറ്റിൽ നമുക്കറിയാം എന്താണ്, ഇൻകം അല്ലെങ്കിൽ റവന്യൂ ഇതിനേക്കാൾ കൂടുതലായിരിക്കും, എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിരിക്കുന്ന ബജറ്റിനെ സർപ്ലസ് ബജറ്റ്. സർപ്ലസ് ബജറ്റ് ഈസ് എ ബജറ്റ് ഇൻ വിച്ച് ദ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ expenditure, whereas a deficit budget is the budget in which the expenditure is greater than revenue. Okay, അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ബജറ്റിനെ നമ്മൾ പറയുന്നത് അൺബാലൻസ്ഡ് ബജറ്റ്. അപ്പോൾ അൺബാലൻസ്ഡ് ബജറ്റിൽ എന്ന് വെച്ചാൽ ദർ മേ ബി ഐദർ എ സർപ്ലസ് ബജറ്റ് ഓർ എ ഡെഫിസിറ്റ് ബജറ്റ്. സോ ദർ ഈസ് നോ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇൻകവും എക്സ്പെൻഡിച്ചർ തമ്മിലൊരു ബാലൻസ് ഉണ്ടാവില്ല. ദർ മേ ബി എ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ബജറ്റ്. ഒന്നുകിൽ സർപ്ലസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവാം. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സർപ്ലസ് ബജറ്റ് ദ ഇൻകം വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ, whereas in the case of deficit budget the expenditure will be higher than revenue. Okay, now we are going to discuss about the different concepts of deficits. നമ്മൾ ഡെഫിസിറ്റ് ബജറ്റിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. അതായത് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായിട്ട് ഇൻകത്തേക്കാൾ കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ നിലനിൽക്കുമ്പോൾ അതിനെ നമ്മളെന്ന് പറയുന്നത് ഡെഫിസിറ്റ് ബജറ്റ് എന്ന്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡെഫിസിറ്റുകൾ ഉണ്ടാവാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്, ഏതൊക്കെ തരത്തിലുള്ള ഡെഫിസിറ്റുകളാണ്. അതായത് നമുക്ക് റവന്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറും പലതരത്തിലുള്ള റവന്യൂവും പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചറും ഉണ്ട് നമുക്ക് പറഞ്ഞു അല്ലേ നമ്മൾ അല്ലേ. ആ റവന്യൂവിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും പലതരത്തിലുള്ള റവന്യൂ ഉണ്ടാവും, പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഡെഫിസിറ്റ് ഉണ്ടാവാം. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ദ ടൈപ്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, റവന്യൂവിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെയും തരം അനുസരിച്ച് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ് ഓൾസോ. പലതരത്തിലുള്ള ഡെഫിസിറ്റുകൾ ഉണ്ടാവും. ആ പ്രധാനപ്പെട്ട ഡെഫിസിറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഡെഫിസിറ്റുകളാണ് ഗവൺമെൻറ് ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ബജറ്ററി ഡെഫിസിറ്റ്, ദെൻ റവന്യൂ ഡെഫിസിറ്റ്, ദെൻ fiscal deficit, then primary deficit, then monetized deficit. So these are the different types of deficit that a government faces. One is budgetary deficit, another one is revenue deficit, then comes fiscal deficit, then comes primary deficit, and last one is monetized deficit. So these are the different types of deficit a government confronts. Budgetary deficit is there, revenue deficit is there, fiscal deficit is there, primary deficit is there, and monetized deficit is there. So these are the different types of deficit which a government faces or which a government confronts. Okay, first we are moving on to the budgetary deficit. So what is meant by a budgetary deficit? So a budgetary deficit shows the gap between total receipts and total expenditure of the government. ഗവൺമെൻറ് മൊത്തം റെസീപ്സും
മൊത്തം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മളെന്ന് പറയുന്നത് ബജറ്ററി ഡെഫിസിറ്റ് എന്ന്. അപ്പോൾ ബജറ്ററി ഡെഫിസിറ്റ് മീൻസ് എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ ടോട്ടൽ റെസീപ്റ്റ്സ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് മൊത്തം റെസീപ്റ്റ്സും മൊത്തം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്യാപ്പിനെ നമ്മളെന്ന് പറയുന്നത് ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബജറ്ററി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ബജറ്ററി ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയിൻലി ഫിനാൻസ്ഡ് ബൈ ഓർ ദാറ്റ് ഈസ് മെയിൻലി ഫേസ്ഡ് ബൈ ഓർ സോൾഡ് ബൈ ഇഷ്യൂയിങ് 91 days treasury bills and running down on the government's cash balances with treasuries and Reserve Bank of India. അപ്പോൾ ഈ ബജറ്ററി ഡെഫിസിറ്റ് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 91 days ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യും ഗവൺമെൻറ്. 91 days മെച്യൂരിറ്റി ഉള്ള ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെയും മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയിലുള്ളതും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ളതുമായ ക്യാഷ് ബാലൻസസ് ഉപയോഗിച്ചുകൊണ്ടും ആണ് ഗവൺമെൻറ് ഈ ബജറ്ററി ഡെഫിസിറ്റിനെ ഫേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. മൊത്തം റവന്യൂവിൽ നിന്ന് മൊത്തം എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബജറ്ററി ഡെഫിസിറ്റ് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒന്നുകിൽ 91 days ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടാണ്? ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ ട്രഷറിയിലുള്ള പണം പിൻവലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ദിസ് കോൺസെപ്റ്റ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് ഫ്രം 1996-97 ഓൺവേർഡ്സ്. 96-97 തൊട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കോൺസെപ്റ്റ് വെച്ചാൽ ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ബജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നൗ കംസ് റവന്യൂ ഡെഫിസിറ്റ്. സോ റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് പറയുന്നത് നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസിപ്റ്റ്സ്. നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസിപ്റ്റ്സ്. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ റെസിപ്റ്റ്സ് നമുക്കറിയാം എന്തൊക്കെയാണ്, വരുമാനത്തിൻ്റെ ഗവൺമെൻറ് റവന്യൂ റെസിപ്റ്റ്സ് എന്തൊക്കെയാണെന്നറിയാം. അതിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന ഡെഫിസിറ്റ്, കുറവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസിപ്റ്റ്സ്. റവന്യൂ റെസിപ്റ്റ്സിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു ടേമാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് വ്യത്യാസം? അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ റെസിപ്റ്റ്സിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് effective revenue deficit is the difference between revenue deficit and grants for the creation of capital assets. എന്തൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? റവന്യൂ ഡെഫിസിറ്റും പിന്നെ എന്താണ്? ഗ്രാൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റുകളുണ്ടാവും. ആ ഗ്രാൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ പറയുന്നത് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റും പിന്നെന്താണ്? ഗ്രാൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഗ്രാൻറ്റും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. So this concept is first introduced in India in the Union Budget of 2009-10. 2009-10 യൂണിയൻ ബജറ്റിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഗ്രാൻറ്റ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് കുറച്ചാൽ, ക്യാപിറ്റൽ അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗ്രാൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എന്താണ്? ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പോൾ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ റവന്യൂ റെസിപ്റ്റ്സ് ഡെഫിസിറ്റിൽ നിന്ന് എന്ത് കുറച്ചാൽ? ഗ്രാൻറ്റ്സ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഗ്രാൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബജറ്ററി ഡെഫിസിറ്റും പറഞ്ഞു, റവന്യൂ ഡെഫിസിറ്റും പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണ്. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? Fiscal deficit is the excess of total budget expenditure over the total budget revenue excluding borrowings. It is the excess of total budget expenditure over the total budget revenue. ടോട്ടൽ ബജറ്റ് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ടോട്ടൽ ബജറ്റ് എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, എന്തൊഴിച്ചു ടോട്ടൽ
ബഡ്ജറ്റ് റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, അതായത് ഗവൺമെൻറ് മൊത്തം ബഡ്ജറ്റ് റവന്യൂവിൽ ബോറോയിങ്സ് ഒഴിച്ചിട്ടുള്ള ബഡ്ജറ്റ് റവന്യൂ ഉണ്ടാവും. ആ ബഡ്ജറ്റ് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് എത്ര ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നോ അതിനെ നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന എക്സസ്, അധികമാണ്, ഓവർ എന്തിനേക്കാൾ? ദ ടോട്ടൽ ബഡ്ജറ്റ് റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ്, ബോറോയിങ്സ് കഴിച്ചുള്ള ഗവൺമെൻറ് ബഡ്ജറ്റ് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ടുണ്ടാകുന്ന ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ എന്തിനേക്കാൾ കൂടുതലാണ്? ദ ടോട്ടൽ ബഡ്ജറ്റ് റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് വെച്ചിട്ടുള്ള ഗവൺമെൻറ് മൊത്തം ബഡ്ജറ്റ് റവന്യൂവിൽ നിന്ന് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് എ ബഡ്ജറ്ററി ഡെഫിസിറ്റ്. അതെന്താണ്? ഒരു ബഡ്ജറ്ററി ഡെഫിസിറ്റാണ് പ്ലസ് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ബഡ്ജറ്ററി ഡെഫിസിറ്റിനോടൊപ്പം നമുക്ക് എന്തുകൂടെ കൂട്ടണം? ബോറോയിങ്സും മറ്റു ലയബിലിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് എന്ത് കിട്ടും? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ബഡ്ജറ്ററി ഡെഫിസിറ്റ് പ്ലസ് ബഡ്ജറ്ററി ഡെഫിസിറ്റിനോടൊപ്പം, ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ബഡ്ജറ്ററി ഡെഫിസിറ്റിനോടൊപ്പം, ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറയുന്നതാണ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടോട്ടൽ റെസീപ്റ്റ്സ് ആൻഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് മൊത്തം റെസീപ്റ്റ്സും മൊത്തം എക്സ്പെൻഡിച്ചർ നമ്മളെ വ്യത്യാസമാണ് ബഡ്ജറ്ററി ഡെഫിസിറ്റ്. ആ ബഡ്ജറ്ററി ഡെഫിസിറ്റിൽ നിന്ന് ബഡ്ജറ്ററി ഡെഫിസിറ്റിൻ്റെ കൂടെ ബോറോയിങ്സും ലയബിലിറ്റീസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുണ്ട്. അപ്പം ഗവൺമെൻറ് മൊത്തം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓവർ ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. അതായത് ഗവൺമെൻറ് മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ, അതായത് ഗവൺമെൻറ് മൊത്തം റവന്യൂ, മൊത്തം നോൺ ഡെറ്റ് ക്യാപിറ്റൽ അസറ്റ്സ് ഉണ്ടാവും, ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ടാവും, കടമല്ലാത്ത മറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ടാവും. അതും ഗവൺമെൻറ് റവന്യൂ റെസീപ്റ്റ്സിന് കൂടെ കൂട്ടി എത്ര എമൗണ്ട് ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിട്ട് എത്ര ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നോ അതിനെ നമ്മളെന്ത് പറയുന്നത്? ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ മൊത്തം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് എന്ത് കുറയ്ക്കണം? റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. റവന്യൂ റെസീപ്റ്റ്സിനോടൊപ്പം കടമല്ലാത്ത മറ്റു ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ടാവും. അത് രണ്ടും കൂടെ കൂട്ടുന്ന തുക ഏതിൽ നിന്ന് കുറയ്ക്കണം? ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് ടോട്ടൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഓവർ ദ ടോട്ടൽ ബഡ്ജറ്റ് റവന്യൂ എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് വെച്ചിട്ടുള്ള ടോട്ടൽ ബഡ്ജറ്റ് റവന്യൂ ഏതിൽ നിന്ന് കുറയ്ക്കണം? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇങ്ങനെയും പറയാം, നമുക്ക് ബഡ്ജറ്ററി ഡെഫിസിറ്റ് പ്ലസ് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന പേരിലും നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും എന്തൊക്കെ കുറയ്ക്കണം? റവന്യൂ റെസീപ്റ്റ്സും നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കിട്ടും. ഇനി നെറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. നെറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. മൊത്തം ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ലോണുകളും അഡ്വാൻസസും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ നെറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. സോ the fiscal deficit is very important because it is a measure of total borrowing requirements of the government. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ പ്രധാനമാണ്. കാരണം ഇതാണ് ഗവൺമെൻറ് എത്രത്തോളം കടമെടുക്കണമെന്ന് ഗവൺമെൻറ്റിന് കണക്കാക്കാൻ സഹായിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്. അതായത് എത്രത്തോളം ഗവൺമെൻറ് ബോറോയിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എത്രത്തോളം ബോറോയിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മെഷറാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കാരണം ഗവൺമെൻറ് എത്രത്തോളം കടം എടുക്കേണ്ടി വരും എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റാണ്. നമ്മൾ കൂടെ പറയാറുണ്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി ഇത്രയാണ്, ഗവൺമെൻറ് ധനക്കമ്മി ഇത്രയാണ്, അതുകൊണ്ട് ഗവൺമെൻറ് ഇത്ര കടം എടുക്കണം എന്നൊക്കെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ എന്താണ് ധവളപത്രമൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പം അതാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അത് ഗവൺമെൻറ് ബോറോയിങ്സ് എത്രത്തോളം ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് എത്ര കടം എടുക്കേണ്ടി വരുമെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് നമുക്ക് ഈ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്സ്? വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്, ഗവൺമെൻറ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളിനി പറയാൻ പോകുന്നത്.
ഒന്ന് അക്യൂമുലേഷൻ ഓഫ് പബ്ലിക് ഡെറ്റ്. എന്തിങ്ങനെ കുന്നുകൂടും? ഗവൺമെൻറ് പൊതു കടം കൂടിക്കൊണ്ടേയിരിക്കും. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വാട്ട് വിൽ ഹാപ്പൻ? നോൺ പ്രൊഡക്റ്റീവ് inflationary public expenditure will increase. So as a result of increase in public debt, so that will result in accumulation of public debt. പബ്ലിക് ഡെറ്റ് കൂടാൻ, പൊതു കടം കൂടാൻ കാരണമാവും. അതായത് ഗവൺമെൻറ് കൂടുതലായിട്ട് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിനും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനും നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചറിനും ഒക്കെ പണം ചിലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലേഷൻ. ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഗവൺമെൻറ്റിലെ ജനങ്ങളുടെ പബ്ലിക് ഡെറ്റ്, പൊതുവേ ജനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക് ഡെറ്റ് കൂടാനായിട്ടും കാരണമാവും. സെക്കൻഡ്, ഇൻക്രീസ് ഇൻ ദ ബേർഡൻ ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. കടം വാങ്ങിയാണല്ലോ നമ്മൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കടം വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ആ ബേർഡൻ, ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? നമുക്ക് ഈ പബ്ലിക് ഡെറ്റ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മൊത്തം എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആയാലും നോൺ പ്രൊഡക്റ്റീവ് എക്സ്പെൻഡിച്ചർ ആയാലും നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗവൺമെൻറ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ബേർഡൻ അല്ലെങ്കിൽ കടത്തിൻ്റെ പലിശ കൊടുക്കുന്നതിൻ്റെ ബേർഡൻ കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തേർഡ്, ജനറേഷൻ ഓഫ് ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കൂടുതൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും ഒക്കെ കൂടുമ്പോഴത്തേക്ക്, എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻകവും ഒക്കെ കൂടും. ഇൻകം കൂടുമ്പം എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ഇൻകം കൂടും. അതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും. ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് ഇക്കോണമിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. മാത്രമല്ല ഗവൺമെൻറ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ടാകുന്ന പ്രധാനമായിട്ട് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഗവൺമെൻറ് പണം ചിലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗവൺമെൻറ് ഡിഫൻസിന് വേണ്ടി പണം ചിലവഴിക്കും. മാത്രമല്ല മിനിസ്റ്റേഴ്സിന് വേണ്ടി ചിലവഴിക്കും. ഗവൺമെൻറ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് ഒക്കെ ഗവൺമെൻറ് പണം ചിലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൊത്തം ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഗവൺമെൻറ്റിന് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി പണം ചിലവഴിക്കാൻ പറ്റാതായി പോകും. പ്രത്യേകിച്ചും മൂലധന രൂപീകരണത്തിന്, ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് വലിയ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ വലിയ ഇറിഗേഷൻ പ്രോജക്റ്റുകളോ വലിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും ഗവൺമെൻറ് പണം ഇല്ലാതാവും. അപ്പോൾ ദർ വിൽ ബി അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളെ വളരെ മോശമായ രീതിയിൽ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൂലം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ പറയാം? ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ് ഷോസ് ഹൗ ദ ഗവൺമെൻറ്റ്സ് എക്സ്ചെക്കർ ഈസ് റണ്ണിങ് ബിയോണ്ട് ഇറ്റ്സ് മീൻസ്. അത് ഗവൺമെൻറ് പൊതു ഖജനാവ് അതിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതൽ എത്രത്തോളം ഗവൺമെൻറ് ഖജനാവിനുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എത്രത്തോളം ചിലവഴിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് സഹായിക്കുന്നു. അപ്പോൾ ലാർജർ ദ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീൻ ലാർജർ ദ ബോറോയിങ്സ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധനക്കമ്മി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബോറോയിങ്സ് കൂടുകയാണ്. നമ്മൾ കൂടുതൽ ബോറോയിങ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്തിനു വേണ്ടി ചിലവഴിക്കുകയാണ്? നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചിലവഴിക്കുകയാണ്. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കാതെ നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുക എന്നുള്ളത് മീൻ ചെയ്യുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുന്നത്? ഗവൺമെൻറ് ബോറോയിങ്സ് അല്ലെങ്കിൽ കടം വർദ്ധിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, സംശയമുണ്ട് ചോദിക്കുക, കേൾക്കുക. ഓക്കെ.